എൻ്റെ ആലയം സകലജാതികൾക്കും പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. ഞങ്ങളുടെ ദൈവത്തിൻ്റെ ആലയം ഞങ്ങൾ കൈവിടുകയില്ല. ഓരോ സ്ഥലത്തിൻ്റെയും ജനങ്ങളുടെയും വളർച്ചയ്ക്ക് പിന്നിൽ ദൈവാനുഗ്രഹത്തിൻ്റെ കരസ്പർശമുള്ളൊരു ദൈവാലയത്തിൻ്റെ സ്ഥാനമുണ്ടാകും. മലപ്പരിക്കോണം എന്ന ദേശത്തിൻ്റെ വളർച്ചയ്ക്ക് പിന്നിലും അത്തരമൊരു യാഥാർത്ഥ്യമുണ്ട്. ഒരു കാലത്ത് മരുതൂരിനും പൗടിക്കോണത്തിനുമിടയിൽ ഒറ്റപ്പെട്ട് കിടന്ന ഭൂപ്രദേശമായിരുന്നു മലപ്പരിക്കോണം. സഞ്ചാരയോഗ്യമല്ലാതിരുന്ന ഈ പ്രദേശത്തിന് ഒരു നവവെളിച്ചം ലഭിക്കുന്നത് ജോർജ് സുവിശേഷകരുടെ പ്രയത്നങ്ങളിലൂടെ ആരംഭിച്ച മലപ്പരിക്കോണം CSI ഇടവകയിലൂടെയാണ്. ഈ ദേശത്തുണ്ടായ എല്ലാവിധമായ വളർച്ചയുടെയും പിന്നിൽ ഈ ദൈവാലയത്തിൻ്റെ പങ്ക് ഏറെ വിലമതിച്ചതാണ്. ദക്ഷിണ കേരള മഹാ ഇടവകയിലെ വട്ടപ്പാറ ഏരിയയിൽ മരുതൂർ ഡിസ്ട്രിക്റ്റിൽ ഉൾപ്പെട്ട സഭയാണ് ഇന്ന് CSI മലപ്പരിക്കോണം. മലപ്പരിക്കോണം ദേശത്ത് സ്ഥിരതാമസമാക്കിയ S. ജോർജ്, ജാനറ്റ് എന്നീ ദമ്പതികൾ ചേർന്ന് 1968 ജനുവരി മാസം 7-ാം തീയതി സ്വന്തം ഭവനത്തിൽ വെച്ച് ഒരു സൺഡേ സ്കൂൾ ആരംഭിക്കുന്നതിലൂടെയാണ് മലപ്പരിക്കോണം സഭയുടെ ചരിത്രം തുടങ്ങുന്നത്. ദൈവത്തിൽ നിന്ന് ലഭിച്ച സന്തോഷവും സമാധാനവും നന്മകളും ഈ ദേശത്തിലെ എല്ലാ ജനങ്ങൾക്കും ലഭ്യമാകണമെന്ന ആഗ്രഹത്തോടെ ആരംഭിച്ച സൺഡേ സ്കൂളിന് നിർമ്മല ഹിന്ദു സ്കൂൾ എന്ന് നാമകരണം നൽകി. തുടക്കത്തിൽ 54ഓളം വിദ്യാർത്ഥികൾ ഇതിൽ അംഗങ്ങളായിരുന്നു. സൺഡേ സ്കൂളിൻ്റെ ആദ്യകാല പ്രവർത്തനങ്ങൾക്ക് ശ്രീ വേണുഗോപാലൻ നായർ, ശ്രീ പ്രഭാകരൻ നായർ എന്നിവർ നേതൃത്വം നൽകുകയും ചെയ്ത 25/2/1968 ഈ സൺഡേ സ്കൂളിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടന കർമ്മം മരുതൂർ ഡിസ്ട്രിക്ട് ചെയർമാനായിരുന്ന റവറൻ തോംസൺ നിർവഹിച്ചു. ഈ കാലയളവിൽ സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളുടെ എണ്ണം 125-ലധികമായി വർദ്ധിച്ചതിനാൽ സൺഡേ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾ സുഗമമായി ക്രമീകരിക്കുന്നതിന് ഏവരുടെയും സഹകരണത്തോടെ ഒരു പുതിയ സൺഡേ സ്കൂൾ മന്ദിരം നിർമ്മിക്കുകയും പ്രവർത്തനങ്ങൾ പ്രസ്തുത മന്ദിരത്തിലേക്ക് മാറുകയും ചെയ്തു. 1968 ഡിസംബർ മാസം 21-ാം തീയതി നടത്തപ്പെട്ട സൺഡേ സ്കൂളിൻ്റെ പ്രഥമ വാർഷിക യോഗത്തിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ഏറ്റവും അടുത്ത ശിഷ്യനും പിൽക്കാലത്ത് ക്രിസ്തുവിശ്വാസിയുമായി തീർന്ന സ്വാമി ജോൺ ധർമ്മൻ തീർത്ഥൻ മുഖ്യാതിഥിയായിരുന്നു. 3 വർഷം പിന്നിട്ട് 1971 ആയപ്പോൾ ഈ മന്ദിരത്തിൽ വെച്ച് വെള്ളിയാഴ്ച തോറും വൈകുന്നേരങ്ങളിൽ 7:30 മുതൽ 8:30 വരെ ആരാധനകളും ആരംഭിക്കുകയുണ്ടായി. ഈ കാലയളവിൽ സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളുടെ എണ്ണം 450-ലധികമായി വർദ്ധിച്ചു. 1974 സ്കൂൾ വിദ്യാർത്ഥികളുടെയും നാട്ടുകാരുടെയും സഹായത്തോടെ ഒരു ചെറിയ ദൈവാലയത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും സ്വാമി ജോൺ ധർമ്മൻ തീർത്ഥൻ, ഡോക്ടർ യേശുദാസൻ, സെൽവമ്മ ടീച്ചർ എന്നിവരുടെ സഹായ സഹകരണങ്ങളോടുകൂടെ ആദ്യകാല ദൈവാലയത്തിൻ്റെ പണികൾ പൂർത്തീകരിക്കുന്നതിനും സാധിച്ചു. ഈ പ്രദേശത്തിൻ്റെ വികസനത്തിന് ആവശ്യമായ പല തീരുമാനങ്ങളും എടുത്തിരുന്നത് ഈ ദേവാലയത്തിനുള്ളിൽ വെച്ചായിരുന്നു. ദേവാലയത്തിന് മുന്നിൽ കൂടി കടന്നുപോകുന്ന മരുതൂർ പൗടിക്കോണം റോഡ് നിർമ്മാണത്തിനുള്ള തീരുമാനമെടുത്തതും പിൽക്കാലത്ത് നടപ്പിലാക്കിയതും ഈ ദേവാലയത്തിൽ വെച്ച് കൂടിയ പൊതുയോഗത്തിലായിരുന്നു. ഈ ദേശത്തിലെ വിദ്യാർത്ഥികളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ ഉയർച്ചയെ ലക്ഷ്യമാക്കി 1974 ഒരു ശിശു സംരക്ഷണ കേന്ദ്രം ആരംഭിക്കുകയും ജോർജ് സുവിശേഷകർ നൽകിയ സ്ഥലത്ത് KNHന്റെ സഹായത്തോടെ ആദ്യ കെട്ടിടം നിർമ്മിച്ച് പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. കാലപ്പഴക്കം കൊണ്ട് ജീർണാവസ്ഥയിലായ ഈ കെട്ടിടം 2023 ഫെബ്രുവരി മാസം CSI മലപ്പരിക്കോണം ഇടവകയുടെ നേതൃത്വത്തിൽ പുനർനിർമ്മിച്ച് നൽകുകയുണ്ടായി. ഈ ദേശത്തിന് അഭിമാനമായി ലൈബ്രറി, ചിൽഡ്രൻസ് പാർക്ക് എന്നിവ ഉൾക്കൊള്ളുന്ന ഈ സ്ഥാപനം ഇന്നും നിലകൊള്ളുന്നു. ഡേ കെയർ സെന്ററിനും ദൈവാലയത്തിനും സ്ഥലം സൗജന്യമായി നൽകിയത് ജോർജ് സുവിശേഷകരായിരുന്നു. 1987 ജൂലൈ മാസം മോസ്റ്റ് റവറൻ ഡോക്ടർ I. യേശുദാസൻ തിരുമേനിയുടെ നിർദ്ദേശപ്രകാരം ജോർജ് സുവിശേഷകരുടെ നേതൃത്വത്തിൽ ഞായർ ആരാധന ആരംഭിക്കുകയും തുടർന്ന് 1989 ഫെബ്രുവരി മാസം 12-ാം തീയതി തിരുമേനിയാൽ ദൈവാലയത്തിൻ്റെ പ്രതിഷ്ഠ നടത്തപ്പെടുകയും ചെയ്തു. തുടർന്ന് 1996 മുതൽ 2008 വരെ റവറൻ P. K. കുട്ടപ്പൻ, റവറൻ അലക്സ് യേശുദാസ്, റവറൻ MJ വിൽസൺ, ഇസ്രയേൽ സുവിശേഷകർ, സൈറസ് സുവിശേഷകർ, റവറൻ സലൽദാസ്, റവറൻ D. സ്റ്റാൻലി, റവറൻ സജു കുമാർ, റവറൻ TW ഇബ്രഹാം, റവറൻ ജ്ഞാനദാസ്, റവറൻ ബാബു എന്നിവർ സഭയുടെ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി.
റവറൻ പി.കെ. കുട്ടപ്പൻ അച്ഛൻ്റെ കാലത്ത് മൺകട്ട കെട്ടിയ പള്ളിയുടെ പ്ലാസ്റ്ററിംഗ് ജോലികൾ പൂർത്തിയാക്കി. റവറൻ എം.ജെ. വിൽസൺ അച്ഛൻ്റെ കാലയളവിൽ ദേവാലയത്തിന് ആദ്യമായി ഒരു മൈക്ക് സെറ്റ് ലഭ്യമായി. റവറൻ സനൽദാസ് അച്ഛൻ്റെ കാലയളവിലാണ് ആദ്യമായി ദേവാലയ ഗോപുര നിർമ്മാണം ആരംഭിക്കുന്നത്. സ്റ്റാൻലി അച്ഛൻ്റെ കാലയളവിൽ ജീവരക്തം എന്ന മാതാവിൻ്റെ ഓർമ്മയ്ക്കായി കുടുംബാംഗങ്ങൾ നൽകിയ 5 സെന്റ് സ്ഥലത്തിൽ മിഷൻ വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുകയും 2004 പ്രതിഷ്ഠിക്കുകയും ചെയ്തു. പ്രസ്തുത മിഷൻ വീടിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനം 2021 നടത്തപ്പെട്ടു. എല്ലാ സഭാജനങ്ങളുടെയും ആത്മാർത്ഥമായ സഹകരണത്തോടെ മിഷൻ വീട് പുനരുദ്ധാരണം, കോമ്പൗണ്ട് വാൾ, ഇന്റർലോക്ക് എന്നിവയുടെ നിർമ്മാണം തുടങ്ങിയവ 2021 ഒക്ടോബറിൽ പൂർത്തിയാക്കാൻ സാധിച്ചു. 2008 മുതൽ 2 വർഷക്കാലം സഭയുടെ ശുശ്രൂഷകനായിരുന്ന റവറൻ ഡോക്ടർ C.R. ഗോഡ്വിൻ അച്ഛൻ്റെ കാലയളവിലാണ് ദേവാലയത്തിൻ്റെ ശോചനീയാവസ്ഥ ബോധ്യപ്പെട്ട് പുതിയ ദേവാലയത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. 2 വർഷം കൊണ്ട് മനോഹരമായ ദേവാലയം പൂർത്തീകരിക്കുകയും 2020 മാർച്ച് മാസം 14 മോസ് റവറൻ ഡോക്ടർ J.W. ഗ്ലാഡസ്റ്റൺ തിരുമേനിയാൽ പപ്രതിഷ്ഠിക്കപ്പെടുകയും ചെയ്തു. ദേവാലയ നിർമ്മാണത്തിൻ്റെ ധനശേഖരണാർത്ഥം ഒരു മാജിക് ഷോ സംഘടിപ്പിക്കാൻ ഈ നാളുകളിൽ സാധിച്ചു. ഈ കാലയളവിൽ യുവജനങ്ങളെ സംഘടിപ്പിച്ച് നടത്തപ്പെട്ട വാഴകൃഷി പ്രത്യേക മാധ്യമശ്രദ്ധ ആകർഷിക്കുകയുണ്ടായി. 2010 മുതൽ 5 വർഷക്കാലം സഭയുടെ ശുശ്രൂഷകനായിരുന്ന റവറൻ ഷൈൻ ബി രാജച്ചൻ്റെ ശുശ്രൂഷ കാലഘട്ടം സഭയുടെ വളർച്ചയുടെ ആക്കം കൂട്ടി. ഈ കാലയളവിലാണ് ദേവാലയത്തിൻ്റെ ബെൽ ടവർ, അൾത്താര, ചുറ്റുമതിൽ എന്നിവയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തപ്പെട്ടത്. ഭാരതീയ സുവിശേഷീകരണത്തിൻ്റെ ഭാഗമായി സഭാജനങ്ങളുടെ സഹകരണത്തോടെ ഒരു മിഷണറിയെ സ്പോൺസർ ചെയ്യുന്നത് ഈ കാലത്താണ്. ദേവാലയത്തിന് ആവശ്യമായ ചാരുബെഞ്ചുകൾ, മലമുകൾ ശ്മശാനത്തിൽ സഭാജനങ്ങളുടെ ആവശ്യത്തിനു വേണ്ടി 2 അറകൾ എന്നിവ ക്രമീകരിക്കപ്പെട്ടത് 2015 മുതൽ 2020 വരെയുള്ള കാലയളവിൽ റവറൻ സാബു ഇബ്രഹാം അച്ഛൻ ഈ സഭയുടെ ശുശ്രൂഷകനായിരുന്ന നാളുകളിലാണ്. 2020-2021 കാലയളവിൽ പ്രവർത്തിച്ച റവറൻ സിംഗ്ലിദാസ് അച്ഛൻ്റെ സേവനവും സഭയുടെ വളർച്ചയ്ക്ക് നിദാനമായി. 2021 മുതലുള്ള കാലയളവിലാണ് മിഷൻ വീടിൻ്റെ പുനരുദ്ധാരണവും കോവിഡ് കെയർ എന്ന പ്രത്യേക പദ്ധതിയും ഡേ കെയറിൻ്റെ പുനരുദ്ധാരണവും നടത്തപ്പെട്ടത്. ദേശത്തുണ്ടായ കാലാനുസൃതമായ വികസനത്തിൻ്റെ ഭാഗമായി ദേവാലയത്തിൻ്റെ ഇരുവശവും റോഡിനു വേണ്ടി വിട്ടു നൽകേണ്ടി വന്നതിനാൽ 5.5 സെന്റിനുള്ളിലാണ് ദേവാലയം സ്ഥിതി ചെയ്തിരുന്നത്. ഈ കാലയളവിൽ ദേവാലയത്തിൻ്റെ സ്ഥലപരിമിതി ബോധ്യപ്പെട്ട് ദേവാലയം വലുതാക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് സഭ മുഴുവനായി ഉണർന്നു. സഭാജനങ്ങളുടെ എണ്ണത്തിലുള്ള വർധനവ് കാരണം ദേവാലയത്തിൽ ആരാധനയ്ക്ക് സ്ഥലപരിമിതി നേരിട്ടത് ബോധ്യപ്പെട്ടു. 2022 ജൂൺ മാസം 19 ഞായറാഴ്ച ആരാധനയ്ക്ക് ശേഷം കൂടിയ തിരുസഭായോഗത്തിൽ വെച്ച് ദേവാലയത്തിൻ്റെ സ്ഥലപരിമിതിയെപ്പറ്റി മഹായിടവകയെ ബോധ്യപ്പെടുത്തി. തുടർന്നുള്ള വികസന പരിപാടികൾ ആസൂത്രണം ചെയ്യാൻ ഐകകണ്ഠ്യേന തീരുമാനം കൈക്കൊണ്ടു. ദേവാലയ നിർമ്മാണത്തിന് ആവശ്യമായ സ്ഥലം മഹായിടവക വിട്ടു നൽകുന്നതിന് പകരമായി ദേവാലയത്തോട് ചേർന്നുള്ള സ്ഥലത്ത് പുതിയ ഡേ കെയർ സെൻ്ററും അനുബന്ധ ക്രമീകരണങ്ങളും ചെയ്തു കൊടുക്കാൻ തീരുമാനിക്കുകയും അവയുടെ പണി പൂർത്തീകരിച്ച് 2023 ഫെബ്രുവരി മാസം 17 പ്രതിഷ്ഠിക്കുന്നതിനും സാധിച്ചു. അന്നേ ദിവസം തന്നെ ദേവാലയ നിർമ്മാണത്തിൻ്റെ അടിസ്ഥാന ശിലയും ഇട്ടു. തുടർന്ന് ദേവാലയ നിർമ്മാണമെന്ന ഏകലക്ഷ്യം മുന്നിൽ വെച്ച് പ്രാർത്ഥനയ്ക്ക് അധിക സമയം വേർതിരിച്ചു. സഭാജനങ്ങൾ അവർക്ക് ലഭ്യമാകുന്ന സമയങ്ങളിലും എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിലും ദേവാലയത്തിൽ വന്ന് ആലയത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ആവശ്യം ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. സഭാജനങ്ങളുടെ ഒത്തൊരുമയോടെ ദേവാലയ നിർമ്മാണ പ്രവർത്തനം 2023 ഈസ്റ്റർ ദിനത്തിൽ ആരാധനയ്ക്ക് ശേഷം ആരംഭിച്ചു. 2200 സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള ദേവാലയ വിപുലീകരണത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഓരോ ഘട്ടങ്ങളിലും കൃത്യതയോടെ പ്രവർത്തിക്കാൻ ദൈവം എല്ലാവർക്കും കൃപ നൽകി. ഈ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ കൺവീനറായി ശ്രീ ജയരാജ്, അക്കൗണ്ടായി ശ്രീ പ്രവീൺ എന്നിവർ നിസ്തുലമായ സേവനം കാഴ്ചവെച്ചു. കായികമായി വളരെയധികം അധ്വാനിച്ച ഒരു കൂട്ടം സഭാജനങ്ങളുടെ പ്രയത്നം
പ്രാർത്ഥനയോടുകൂടി കൈത്താങ്ങ് പകർന്ന സഭാജനങ്ങൾ എന്നിവർ ഒരു മനസ്സോടെ അണിനിരന്നപ്പോൾ മലപ്പരിക്കോണം ഇടവകയുടെ സ്വപ്ന പദ്ധതിയായ ദേവാലയ നിർമ്മാണം ഒരു വർഷം കൊണ്ട് മനോഹരമായി പൂർത്തീകരിക്കുന്നതിന് ഇടയായി. ഏപ്രിൽ മാസം 7-ാം തീയതി ക്ഷണിക്കപ്പെട്ട വിശിഷ്ടാതിഥികളുടെ സാന്നിധ്യത്തിൽ റവറൻ ജയരാജൻ ആലയത്തിന്റെ പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ചു. കർത്താവ് വീണ്ടും വരുവോളം അവിടുത്തെ സഭ ഈ സ്ഥലത്ത് ക്രിസ്തുവിന്റെ സ്നേഹത്തിന് സാക്ഷ്യം വഹിക്കേണ്ടതിനും ദൈവത്തിന്റെ ജനങ്ങൾക്ക് പ്രവേശിച്ച് ആരാധിക്കുന്നതിനും ഞാൻ ഈ ആലയത്തിന്റെ വാതിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ തുറക്കുന്നു. ഈ ആലയത്തിലും ഇതിൽ ആരാധിക്കുന്ന എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ഇതിൽ പ്രവേശിക്കുകയും ഇതിൽ നിന്ന് പുറത്തേക്ക് പോവുകയും ചെയ്യുന്ന എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ഈ ആലയത്തെയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തെ സ്നേഹിക്കുന്ന എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. CSC Malapurikona, dedicated by Reverend J. Jairaj, Secretary Pastor for this baby, on 7/4/2024 in the presence of the ഒരാഴ്ച നീണ്ടുനിന്ന വ്യത്യസ്തതകൾ നിറഞ്ഞ പ്രോഗ്രാമുകളിലൂടെ ആലയ പ്രതിഷ്ഠയ്ക്ക് ശേഷമുള്ള ദിവസങ്ങൾ ഏവരുടെയും മനസ്സിൽ ഇടം പിടിച്ചു. 35-ാം സഭാവാർഷികം ആഘോഷിക്കുന്ന ഈ നാളുകളിൽ ദൈവം നടത്തിയ വിധങ്ങൾ എത്ര ധന്യമാണെന്ന് ഓർക്കുന്നത് ഉചിതമാണ്. ഇന്ന് മലപ്പരിക്കോണം ദേശത്ത് അഭിമാനത്തോടെ തലയുയർത്തി നിൽക്കുന്ന ഒരു ദേവാലയമാണ് CSI മലപ്പരിക്കോണം. ഇന്ന് സംഗീതത്തിൻ്റെ മാധുര്യത്താൽ ആരാധനകളെ സമ്പുഷ്ടമാക്കുന്ന കോയർ, സൺഡേ സ്കൂൾ, ബാലജനസഖ്യം, യുവജനസഖ്യം, സ്ത്രീജനസഖ്യം എന്നിവയുടെ പ്രവർത്തനങ്ങളാൽ സമ്പുഷ്ടമാണ് മലപ്പരിക്കോണം ഇടവക.
എൻ്റെ ആലയം സകല ജാതികൾക്കുമുള്ള പ്രാർത്ഥനാലയമാകണമെന്ന ക്രിസ്തുവിൻ്റെ ചിന്തയെ മുൻനിർത്തി ദേവാലയം എല്ലാ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ പ്രാർത്ഥനകൾക്ക് വേണ്ടി തുറന്നിടുന്നതിനും പ്രഭാതങ്ങളിൽ വചനം വായിച്ച് കേൾപ്പിക്കുന്നതിനും ഈ നാളുകളിൽ സാധിച്ചു വരുന്നു. ഇത് അനേകർക്ക് ദൈവാലയത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതിനും ദൈവസന്നിധിയിൽ ഇരിക്കുന്നതിനും ദൈവാനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിനും സാഹചര്യമൊരുക്കി വരുന്നു. 40 ദിനം ദേവാലയത്തിൽ നടത്തപ്പെട്ട നോമ്പാരാധനകൾക്കും വിശുദ്ധവാര ആരാധനകൾക്കും സഭയിലെ കുടുംബങ്ങളും സംഘടനകളും നേതൃത്വം നൽകി വരുന്നു. നിരാലംബർക്ക് ആശ്രയമായി ദൈവസാന്നിധ്യമുള്ള ഈ ദേവാലയം എന്നും നിലനിൽക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. Set a fire ablaze, declare your name. Nations quake before your fame. Would you come now? ഇന്ന് മലപ്പരിക്കോണം എന്ന ഈ ഇടവകയെ സംബന്ധിച്ചിടത്തോളം വളരെ ധന്യമായ ഒരു ദിവസമാണ്. കഴിഞ്ഞ വർഷം ഈസ്റ്ററിൻ്റെ ദിനം മുതൽ ആരംഭിച്ച ദൈവാലയ നിർമ്മാണം എന്ന വലിയൊരു സ്വപ്നം പൂർത്തീകരിക്കപ്പെട്ടതിൻ്റെ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്ന ഒരു സുദിനം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ തുറക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. There's no